ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ച കോടതി. തിരുവനന്തപുരം CJM കോടതിയാണ് ഉത്തരവിട്ടത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായുണ്ട്. അനന്തൻ, പിതാവ് നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടി അന്വേഷണം വേണം എന്നതാണല്ലോ ഏറെക്കാലമായി കേരള പോലീസിനെ ആകെ ബുദ്ധിമുട്ടിച്ച, അല്ലെങ്കിൽ ഒരു തുമ്പും കണ്ടെത്താത്ത രീതിയിൽ മുന്നോട്ട് പോയ കേസാണ്. എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത് അന്വേഷണവുമായി ബന്ധപ്പെട്ട്? ദിവിഷ്, ജസ്ന തിരോധാന കേസിൽ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനത്തിലേക്കാണ് തിരുവനന്തപുരം CJM കോടതി എത്തിയിരിക്കുന്നത്. ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം നടത്താനാണ് CBIയോട് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജസ്നയുടെ പിതാവ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. പിതാവിൻ്റെ ഹർജിയിലെ പ്രധാന ആവശ്യം CBI നൽകിയ ക്ലോഷർ റിപ്പോർട്ട് അംഗീകരിക്കരുത്. ആ ക്ലോഷർ റിപ്പോർട്ടിൽ പറയുന്ന വിവരങ്ങൾക്കപ്പുറം മറ്റ് ചില വസ്തുതകൾ കൂടി ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളൊന്നും CBI അന്വേഷിച്ചിരുന്നില്ല എന്നാണ് ഹർജിയിൽ പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. ആ ഹർജി കോടതി അംഗീകരിച്ചിരിക്കുന്നു. ജസ്നയുടെ പിതാവ് കോടതിയിൽ മുദ്രവെച്ച കവറിൽ പുതിയ കുറച്ച് തെളിവുകളും സമർപ്പിച്ചിരുന്നു. ഈ തെളിവുകൾ പരിശോധിച്ച ശേഷമാണ് കോടതി ഇപ്പോൾ തുടരന്വേഷണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആ മുദ്രവെച്ച കവറിൽ നൽകിയ തെളിവുകൾ അത് ജസ്നയുടെ പിതാവ് ഏറ്റവും ഒടുവിൽ വെളിപ്പെടുത്തിയ ചില നിർണായകമായ വിവരങ്ങൾ സംബന്ധിച്ചായിരുന്നു. അതായത് ജസ്നയുടെ തിരോധാനത്തിൽ CBI വിട്ടുപോയ ചില വസ്തുതകൾ, അല്ലെങ്കിൽ CBI അന്വേഷിക്കാതെ പോയ ചില വസ്തുതകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജസ്നയുടെ അജ്ഞാത സുഹൃത്തിനെ സംബന്ധിച്ചാണ്. ജസ്നയുടെ അജ്ഞാത സുഹൃത്തിനെ സംബന്ധിച്ച് CBI അന്വേഷണം നടത്തിയില്ല. മാത്രമല്ല, ജസ്ന വ്യാഴാഴ്ച പ്രാർത്ഥനയ്ക്ക് പതിവായി പോകുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. ആ പോകുന്ന സ്ഥലം സംബന്ധിച്ച് തനിക്ക് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾ സംബന്ധിച്ച് CBI അന്വേഷിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഹർജിക്ക് പിന്നാലെ നടന്ന വാദത്തിൽ ജസ്നയുടെ പിതാവ് ആവശ്യപ്പെട്ടത്. കോടതി അത് സംബന്ധിച്ച് തെളിവുകൾ ആവശ്യപ്പെട്ടു. ചില ഫോട്ടോഗ്രാഫുകളും രേഖകളും അടക്കം പെൻഡ്രൈവിലും ആയിട്ടാണ്